ചില സെലിബ്രിറ്റികളെ, പ്രത്യേകിച്ച് മോഡലുകളെയും സിനിമാ താരങ്ങളെയും സോഷ്യൽ മീഡിയയിലും മറ്റും കാണുമ്പോൾ തോന്നാറുണ്ട്, ഇവരൊക്കെ ഒരു ക്യാമറ എപ്പോഴും തൻ്റെ നേരെ തിരിഞ്ഞിരിക്കുകയാണ് എന്ന ഭാവത്തിലല്ലേ നടക്കുന്നത് എന്ന്. ഇപ്പോൾ ക്യാമറകൾക്ക് കുറവൊന്നുമില്ല. എല്ലാവരുടെയും കയ്യിൽ ക്യാമറ ഫോണുണ്ട്. എല്ലാവരും പടം പിടുത്തക്കാരുമാണ്. എന്നാലും ഇപ്പറഞ്ഞ സെലിബ്രിറ്റികളുടെ ഭാവം, ചലനം ഒക്കെ കൃത്രിമമായി അനുഭവപ്പെടും. പലപ്പോഴും അരോചകത്വം തോന്നും. ഈ തോന്നലിന് വിരുദ്ധമായ മറ്റൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഇത് ഒരു നാൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടാൻ ഇടയുണ്ട് എന്ന് ആലോചിച്ചു കൊണ്ട് വേണം ചെയ്യാൻ. അദൃശ്യമായ ഒരു ക്യാമറ സദാ നിങ്ങൾക്ക് നേരെ തിരിഞ്ഞിരിപ്പുണ്ട് എന്ന് സങ്കല്പിക്കണം എന്ന്. കുട്ടികൾ ആർത്തു ചിരിക്കും. ചരിത്രത്തിലോ, ഞങ്ങളോ? അപ്പോൾ ഞാൻ ഗാന്ധിജിയുടെ കാര്യം ഓർമ്മപ്പെടുത്തും. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കെറ്റിൽ എന്ന വാക്ക് തെറ്റിച്ചെഴുതിയ ഗാന്ധിജിയോട് അധ്യാപകൻ അടുത്തിരിക്കുന്ന കുട്ടിയെ നോക്കി കോപ്പി അടിക്കാൻ ആംഗ്യം കാണിച്ചത് ഓർമ്മയില്ലേ? സ്കൂളിൽ ഇൻസ്പെക്ടർ പരിശോധനയ്ക്ക് വന്ന സമയത്തായിരുന്നു സംഭവം. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന 7ാം ക്ലാസ്സുകാരൻ കുട്ടി അത് ചെയ്യാൻ കൂട്ടാക്കിയില്ല. സത്യസന്ധതയുടെ കാര്യത്തിൽ ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങാൻ തയ്യാറാകാത്ത ഒരാത്മാവാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. അന്ന് അദ്ദേഹത്തിന് അതറിയാമായിരുന്നോ? പിന്നീടൊരു കാലത്ത് ലോകം മുഴുവൻ ഈ കഥ പാടിപ്പുകഴ്ത്തുമെന്ന് അദ്ദേഹം ആലോചിച്ചിരുന്നോ? ഉറപ്പായിട്ടും ഉണ്ടാവില്ല. ആർക്കറിയാം, അതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഇന്ന് നമ്മൾ നിസ്സാരം എന്ന് കരുതുന്ന ചില രംഗങ്ങളും സന്ദർഭങ്ങളും പിന്നീടൊരിക്കൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുകയും ആളുകൾ അത് വായിക്കാൻ ഇടവരികയും ചെയ്താലോ? ഒന്നുമില്ലെങ്കിലും നന്നായി പെരുമാറാൻ, സത്യസന്ധതയോടെ പെരുമാറാൻ, മനസാക്ഷിയോടെ പ്രവർത്തിക്കാൻ ഈ ചിന്ത സഹായിക്കില്ലേ? അതുകൊണ്ട് നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും ആലോചിച്ചുള്ളതാവട്ടെ, നന്മ നിറഞ്ഞതാവട്ടെ. ശുഭദിനം.